റെഗുലർ എക്സസൈസും ഹെൽത്തി ഡയറ്റും സ്ലീപ്പും വാട്ടർ ഇൻടേക്കും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഫാറ്റി ബോഡിയും നമുക്കൊരു വെയിറ്റ് ലോസിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടും സാധിക്കും. പ്രത്യേകിച്ച് ഈ ലേഡീസിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് മെലിയാനും അതുപോലെ തന്നെ ഫാറ്റി ആവാനും സാധ്യതയുള്ള ബോഡിയാണ്. വൺസ് നമ്മൾ ബോഡി വെയിറ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻറ്റ് കിട്ടും, നമ്മൾക്ക് എന്ത് ഡ്രസ്സും ഇടാം. അതുകൊണ്ടൊരു സന്തോഷം, പുറത്തുനിന്ന് ഒരാൾക്കാർ പറയുമ്പോൾ പോലും നമ്മൾ ഒരുപാട് സന്തോഷിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിൽ. പക്ഷേ ഈ ലേഡീസിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഈ ഹോംലി ഫുഡ് തന്നെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഒരേ ഡയറ്റ് തന്നെ ഫോളോ ചെയ്യാനും പറ്റില്ല. ചില ഒക്കേഷണലി നമുക്ക് വല്ല ഫംഗ്ഷനോ പുറത്തുനിന്നുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ട്രിപ്പോ കാര്യങ്ങളോ ഒക്കെ പോകുമ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് കാര്യങ്ങളും കഴിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ഡ്രിങ്ക്സ്, ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ കഴിച്ചെന്നിരിക്കാം ചില സന്ദർഭങ്ങളിൽ. ഇങ്ങനെ നമ്മളുടെ ഫുഡ് ഹാബിറ്റിൽ ചേഞ്ച് വരുമ്പോൾ നെക്സ്റ്റ് ഡേ നമ്മളുടെ ബോഡിയിലേക്ക് ഒരു ചീർപ്പ് അഥവാ ഒരു ബ്ലോട്ടിങ്, ഇൻഫ്ലമേഷനൊക്കെ തോന്നും. മൊത്തത്തിൽ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഫിറ്റ്നസ്സിൽ നിന്ന് ഔട്ടായി പോയി എന്നൊരു ഫീൽ നമുക്ക് തോന്നും. പക്ഷേ ഇതൊരിക്കലും പെർമനൻ്റ് അല്ല, ടെമ്പററി ആണ്. ഒരു 2-3 ഡേയ്സിനുള്ളിൽ അത് മാറാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഇൻഫ്ലമേഷൻ മാത്രമാണത്. ഇത് തിരിച്ചറിയാതെ മിക്കവരും ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അവരുടെ ഫുഡ് ഹാബിറ്റിൽ അവർ ചേഞ്ച് വരുത്തും. പിറ്റേ ദിവസം അവർ വല്ല ഫ്രൂട്ട്സോ കാര്യങ്ങളോ കഴിച്ചിട്ട് എൻ്റെ വയറ് വീർത്തായിരിക്കും. അതുകൊണ്ട് അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഞാൻ സാധാരണ എടുക്കുന്ന ഫുഡ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ഫുഡ് കുറച്ചു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് മാത്രമാണ് കഴിച്ചത്, അങ്ങനെയൊക്കെ ചിക്കനോ മട്ടനോ അതുപോലെ എഗ്ഗോ ഒന്നും കൊടുക്കാതെ ചെറിയ ലൈറ്റ് ഫുഡ് എടുക്കും. ഇത് നമുക്ക് നമ്മുടെ ഷുഗർ കണ്ടൻറ്റ് താത്തും, അതുപോലെ തന്നെ ബി.പി ഷൂട്ട് ചെയ്യും. അങ്ങനെ പല ഇഷ്യൂസും നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഇഷ്യൂസ്, ഹെൽത്തി ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഇഷ്യൂസ് ബോഡി ഷൂട്ട് ചെയ്യും. പിന്നീട് ഹോസ്പിറ്റലൈസ് ആവും. ഇതുപോലുള്ള അവസ്ഥകൾ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് നമ്മളെ ബോഡിയെ ഫോഴ്സ് ചെയ്യാതിരിക്കുക, ഒരുപാട് ഹെവി എക്സസൈസ് ചെയ്യാതിരിക്കുക, കാർഡിയോ അധികം ചെയ്യാതിരിക്കുക. നോർമലി എന്താണോ നമ്മുടെ ലൈഫ് റുട്ടീൻ അങ്ങനെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. ചെറിയൊരു വെയിറ്റ് കൂടിയാലും നമ്മൾ റെഗുലർ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു പൊക്കോളും. എന്തും അധികമായാൽ അമൃതം വിഷം.